നമസ്കാരം. നമ്മുടെ രാജ്യത്താകെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏതാണ്ട് 10-12 വർഷങ്ങളായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വല്ലാത്ത സംശയങ്ങൾ ജനങ്ങളുടെ ഉയർത്തുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ താല്പര്യക്കാർക്ക് അതിനകത്ത് കൃത്രിമം നടത്തി തങ്ങൾക്ക് അനുകൂലമായി വിധിയാക്കാമെന്ന് വ്യാപകമായ ആക്ഷേപങ്ങളുണ്ടാണ്. പക്ഷേ ആക്ഷേപങ്ങൾക്കൊന്നും തന്നെ വലിയ വില കൊടുക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. സുപ്രീം കോടതിയിൽ വരെ അതിൻ്റെ കേസ് പോയിട്ട് സുപ്രീം കോടതി പോലും അത് കാര്യമായി പരിഗണിക്കപ്പെട്ടില്ല. ഒട്ടേറെ ആക്ഷേപങ്ങൾ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ രജർഹട്ട് ന്യൂ ടൗൺ എന്ന അസംബ്ലി മണ്ഡലത്തിൽ അവിടെ 164ാമത്തെ ബൂത്ത്, ആ ബൂത്തിൽ ഒരു 88% മുസ്ലിം വോട്ടർമാരുള്ള ഒരു ബൂത്താണ്. ആ ബൂത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം, പ്രത്യേകിച്ച് അവിടുത്തെ ഭരണകക്ഷിയായി ഇപ്പോൾ വന്ന BJPക്ക് മാത്രം 637 വോട്ട് ലഭിക്കുന്നു. അവിടെ ആകെ 656 വോട്ടാണ്. തൃണമൂൽ കോൺഗ്രസിന് 5 വോട്ട്, CPIM-ന് 1 വോട്ട്. 88% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു ബൂത്തിലാണ് ഇതുണ്ടായതെന്ന് ഓർക്കണം. എന്നാൽ ഇതിന്റെ പൊള്ളത്തരം ആളുകൾക്ക് മനസ്സിലായത് ഇതേ 164ാം ബൂത്തിനോട് ചേർന്ന് തൊട്ട് ചേർന്ന ബൂത്ത് 165, ആ അസംബ്ലി മണ്ഡലത്തിലെ തന്നെ 165ാം ബൂത്തിൽ CPIM-ന് 299 വോട്ട്. എന്നുവെച്ചാൽ ഒരു വാർഡിന്റെ തന്നെ 2 ഭാഗങ്ങളാണ്. തൃണമൂൽ കോൺഗ്രസിന് 290, BJPക്ക് 32. ഇതാണ് തൊട്ട് ചേർന്നുള്ളത്തെ സ്ഥിതി. ഇവിടെ രണ്ടിടത്തും ഏതാണ്ട് ശരാശരി 88-90% മുസ്ലിം വോട്ടർമാരുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങൾ. അവിടെ വോട്ട് ചെയ്ത മനുഷ്യർ പിറ്റേ ദിവസം ചോദിക്കുന്നു, ഞങ്ങളാരും BJPക്ക് വോട്ട് ചെയ്തില്ലല്ലോ, പിന്നെ BJPക്ക് എങ്ങനെ ഇത്ര വോട്ട് കിട്ടി? ഇവരുടെ ശബ്ദം ഇന്ന് വരെ പുറം ലോകത്തെ കേൾപ്പിക്കാൻ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വലിയ പ്രധാന ചാനലുകളോ അല്ലെങ്കിൽ പ്രധാന പത്രങ്ങളോ തയ്യാറായിട്ടില്ല. ഇത് അവസാനം ആൾട്ട് ന്യൂസ് ആണ് പുറത്തു കൊണ്ടുവന്നത്. ഒരു ഓൺലൈൻ മാസികയാണ് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ ഇതിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എത്ര കൃത്യമായ അട്ടിമറിയാണ്. ആ അസംബ്ലി മണ്ഡലത്തിൽ ആകെ 137 വോട്ടിനൊറ്റാണ് BJP അസംബ്ലി മണ്ഡലം ആകെ ജയിച്ചത്. അപ്പൊ ഈ ഒരൊറ്റ ബൂത്തിലെ അട്ടിമറിയിലൂടെ ഒരു അസംബ്ലി മണ്ഡലം BJP കൈക്കലാക്കുകയാണ്. ഈ 2 ബൂത്തുകളിലെ ചിത്രം എന്താ കാണിക്കുന്നത്? BJP അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി വ്യാപകമായി എല്ലാ ബൂത്തിലും ഈ തട്ടിപ്പ് നടത്തുന്നില്ല. അവർ ഓരോ മണ്ഡലത്തിലും സെലക്ട് ചെയ്ത ചില ബൂത്തുകളിൽ നടത്തുന്നു, അവർക്ക് ആവശ്യമായ വോട്ട് നേടുന്നു, പോകുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്രമാത്രം അപഹസിക്കുകയല്ലേ? ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ ജനവിധി അല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമാകുന്നതിന് ഇതിൽ കൂടുതൽ എന്താ തെളിവ്? എന്തേ രാജ്യത്തെ ഒറ്റ പ്രമുഖ മാധ്യമങ്ങൾ, ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ പത്രങ്ങളോ ഇത് വെളിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല? ഈ തട്ടിപ്പാണ്. ഇന്ത്യ രാജ്യത്ത് പേപ്പർ ബാലറ്റിന്റെ പ്രസക്തി വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഇപ്പൊ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമാണെങ്കിൽ ഇപ്പൊ ഈ ഓൺലൈൻ പോർട്ടൽ പുറത്തു കൊണ്ടുവന്ന ഈ വിഷയം അവർക്കെതിരെ കേസെടുക്കണ്ടേ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത പുറത്തുകൊണ്ടിരുന്നു. നമ്മുടെ ഒറ്റ പ്രധാനപ്പെട്ട ചാനലുകളിലോ പത്രങ്ങളിലോ ഇത് വരുന്നില്ല. അവരുടെ പേരിൽ കേസെടുക്കണ്ടേ? രാജ്യത്തെ യഥാർത്ഥ മനുഷ്യന്റെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ, പ്രത്യേകിച്ച് ജ്ഞാനേഷ് കുമാർ എന്ന് പറഞ്ഞ IAS-കാരൻ ഇതിന്റെ തലപ്പത്തെത്തിയതോടുകൂടി വ്യാപകമായി അട്ടിമറി. ഇപ്പൊ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്താ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംശയവിധേയമാകുന്നത്? ഈ പശ്ചാത്തലത്തിൽ അതും പരിശോധിക്കണ്ടേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് സതീശൻ പറയുന്നു, ഞങ്ങൾ 100-ലേറെ സീറ്റ് ജയിക്കും, 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ, 100-ലേറെ കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. മാത്രമല്ല അതിനു മുമ്പ് അയാൾ പറയുന്നു 12, 1 ഡസനോളം മന്ത്രിമാർ നോക്കും. ഉണ്ടായില്ലേ അതുപോലെ? എന്താണ് ഇതിന് മറുപടി? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന്റെ തൊട്ടടുത്ത ആഴ്ച അന്ന് കേരളത്തിലെ ഇലക്ഷൻ ചീഫ് ഓഫീസറായ രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഏറ്റവും തന്ത്രപ്രധാനമായ കസേരയെ കൊണ്ടിരുത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എണ്ണുന്നതിന് മുമ്പ് സതീശൻ മംഗലാപുരത്ത് അദാനിയുടെ ചാർട്ട് ചെയ്ത സ്വകാര്യ ഫ്ലൈറ്റിൽ പോയി അവിടെ ചെന്നിരിക്കുന്നു. എന്താ ഇത് തെളിയിക്കുന്നത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും ഈ അട്ടിമറി സംശയിക്കണം. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ഒട്ടേറെ സർവേ നടത്തിയ ഒരൊറ്റ മാധ്യമവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്ര പുറകിൽ പോകുന്ന ആരും പറഞ്ഞില്ല.
കേരളത്തിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ പല മണ്ഡലങ്ങളിലും ഈ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF-ഉം BJP-യുടെ കേന്ദ്ര നേതൃത്വം തമ്മിൽ ഉള്ള അട്ടിമറിയാണെന്ന് അതിനുശേഷം ഇപ്പൊ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നിയമിച്ചത്, സെനറ്റിലേക്ക് BJP-ക്കാരെ കുത്തിത്തറച്ചതൊന്നും UDF-ന് പ്രശ്നമല്ല, ചോദ്യം ചെയ്യുന്നില്ല. ഇത് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു കാപ്പ കേസിലെ ഗൂണ്ട പ്രതിയായ ഒരുത്തരെ അറസ്റ്റ് ചെയ്തു പോലീസ്. അത് രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പിന്റെ താല്പര്യം കൊണ്ടല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് മുമ്പിൽ പോലീസിന് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തതാ. അറസ്റ്റ് ചെയ്തതിനെ ആദ്യം അപലപിച്ചതിൽ ഒരാളാരാണ്? ആ മന്ത്രിസഭയിലെ ഒരംഗമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ ജയിക്കുന്നതിന് വേണ്ടി BJP-യുമായിട്ടുള്ള അടിയൊഴുക്ക് ധാരണയുടെ ഭാഗമല്ലേ ആ പിന്തുണ എന്നുള്ളത് സംശയിച്ചാൽ ആരെ കുറ്റം പറയാൻ പറ്റും? ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്ന് രജർഹട്ട് ന്യൂ ടൗൺ അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ 164-ാം ബൂത്തിലെ വോട്ട് അട്ടിമറി, അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഈ ലോകത്തെ കാണിക്കാതിരിക്കുന്ന മാധ്യമങ്ങളുടെ കൂട്ടോടെയുള്ള അട്ടിമറി സംശയം ജനിപ്പിക്കുന്നതാണ്. അത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ നാശത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലായി മാറുകയാണ്. ഈ വിവരം ആൾട്ട് ന്യൂസിന്റെ വാർത്ത ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ ചാറ്റ് GPT-യോട് ഇതിനകത്ത് അന്വേഷിച്ചു. ചാറ്റ് GPT-യിൽ ചോദിച്ചപ്പോൾ ഈ ആൾട്ട് ന്യൂസ് പുറത്തുവിടുന്ന വാർത്ത അക്ഷരപ്രതി ശരിയാണ്. അപ്പൊ ആധികാരികമായി തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ചാറ്റ് GPT എടുത്തു തരുന്നത് ഇതേ വിവരം തന്നെ. ഈ വോട്ടിന്റെ കണക്ക് അവര് തന്നെയാണ് തൊട്ടടുത്ത 165-ാം മണ്ഡലത്തിലെ താരതമ്യവും കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംശയം തെറ്റാണെന്ന് പറയാൻ കഴിയും?